നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ്. ഇതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറാനും, മുഖത്ത് കുരുവൊക്കെ ഉണ്ടെച്ച് കുരുവിൻ്റെ പാടുകൾ, കുഴികൾ, ചിക്കൻ ബോക്സ് വന്ന പാടുകൾ, അതുമാതിരി തന്നെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ, ഇതൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കണം രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പാക്കാണ്. നമുക്കിത് ഡെയിലി ഉപയോഗിക്കുക. ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ട് ഒരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കുക. കുളിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മുഖത്തും കഴുത്തിലും ചെറിയ ദിവസവും നിങ്ങൾ മസാജ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ഒരു 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക. അല്ല നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടോ 3 വട്ടോ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോഴും നിങ്ങളൊരു 5 മിനിറ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് നല്ല കട്ടിക്ക് മുഖത്തും കഴുത്തിലും ഇടുക. അതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയുക. നല്ലപോലെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഒരാഴ്ച ആകുമ്പോഴേക്കും നല്ല കടുത്ത കരിമങ്കലിലേക്ക് ആണെന്നുണ്ട് വെച്ചാൽ അത് മെല്ലെ ആ ഒരു കറുപ്പ് കളറിനെ ഒന്ന് ലൈറ്റാക്കി കൊണ്ടുവരും. ഒരാഴ്ച കൊണ്ടൊന്നും കരിമങ്കല്യം മാറ്റാൻ പറ്റില്ല. കരിമങ്കല്യം പറഞ്ഞ വർഷങ്ങൾ എടുക്കുന്നതാണ്. സ്റ്റാർട്ടിങ്ങുകാർക്കൊക്കെ ആണെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് 1-2 മാസം ഉപയോഗിക്കുമ്പോൾ മാറും. കരിമങ്കല്യം പെട്ടെന്ന് മാറുന്ന ഒരു സംഭവമേ അല്ല. ഒരുപാട് എന്താ പറയുക, നമ്മൾ സ്കിന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കരിമങ്കല്യം വരാതിരിക്കുള്ളൂ. പ്രത്യേകിച്ച് വെയിൽ കൊള്ളണ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല വെച്ചാലാണ് നമുക്ക് കറുത്ത കരിവാളിപ്പ് വരണതും പിന്നെ മെല്ലെ അത് കരിമങ്കല്യത്തേക്ക് വരണതും, അതുമാതിരി തന്നെ ആ കരിമങ്കല്യം പിന്നെ മെലാസ്മയ്ക്ക് പോണതും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇനി കരിമങ്കല്യം സ്റ്റാർട്ടിംഗ് ഉള്ളവർക്ക് 2-3 മാസം കൊണ്ട് മാറും. അല്ല നിങ്ങൾക്ക് ഒരുപാട് കറുത്തിരിക്കണ കരിമങ്കല്യാണ്, പിഗ്മെൻറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിഗ്മെൻറ്റേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് ഇത് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കുറേയൊക്കെ ഒന്ന് മനസ്സിലാവും. നമുക്ക് നമ്മുടെ കടുത്ത് കറുപ്പ് കളറിലിരിക്കുന്ന കരിമങ്കല്യം നമ്മളിത് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും ഒന്ന് ആ ഒരു കറുപ്പ് കളറിനെ ഒന്ന് ലൈറ്റാക്കി കൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് നമുക്ക് വർക്കാവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ വർക്കാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്കത് ആ ഒരു കരിമങ്കല്യം മാറണ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു മാസമൊക്കെ നിങ്ങൾ ദിവസം ഉപയോഗിച്ച് പിന്നെ നിങ്ങൾക്ക് പാക്ക് ഇതും ഉപയോഗിക്കുക. ഇടയിൽ ഓരോ ദിവസം വേറെ പാക്കുകൾ ഉപയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം മാറുന്നു ഞാൻ ഉറപ്പ് തരികയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ കരിമങ്കല്യം മാറ്റും, മുഖക്കുരു വന്ന പാടുകൾ മാറ്റും, കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറ്റും. ഇതൊക്കെ മാറ്റണതാണ് കേട്ടോ. 2 ഇൻഗ്രീഡിയൻസ് മതി. സിമ്പിൾ പാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കണ്ടിച്ച് എൻ്റെ പേര് ദീപാർന്ന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം ഇത്തിരി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യണം. നല്ലപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനിപ്പോൾ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണേ. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻസും മാത്രം മതി നമ്മുടെ മുഖത്തുള്ള കരിമങ്കല്യം കളയാൻ. അപ്പോൾ അങ്ങനെ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ മുഖത്തെ കരിമങ്കല്യം എങ്ങനെ കളയാം, പാടുകൾ എങ്ങനെ കളയാം, മുഖം എങ്ങനെ വെളുപ്പിക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. പൊട്ടറ്റോ ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യം വേറെ ഒന്നുമല്ല, മഞ്ചിഷ്ടയാണ്, മഞ്ചട്ടി. അപ്പോൾ മഞ്ചിഷ്ട എല്ലാ വൈദ്യശാലയിലും കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായി വാങ്ങാം. ഞാനിപ്പോൾ പൊട്ടറ്റോ ജ്യൂസിലേക്ക് മഞ്ചിഷ്ട ഇട്ടു. ഇത് 2 മാത്രം മതി നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും മുഖത്തെ പാടുകളൊക്കെ മാറാനും ഒക്കെ സഹായിക്കണം. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുവല്ലോ, നമുക്ക് ആവശ്യം നമ്മുടെ പൊട്ടറ്റോ ജ്യൂസും നമ്മുടെ മഞ്ചിഷ്ടയാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് കഴുത്തിൽ ഒക്കെ നമ്മളിത് ഒരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം നല്ല കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പറഞ്ഞാൽ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. മഞ്ചിഷ്ട ഓയിൽ ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ്. ഈ കരിമങ്കല്യം ഇത്രയ്ക്ക് നല്ല ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണും കരിമങ്കല്യം നല്ല പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കരിമങ്കല്യം മാറാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കരിമങ്കല്യം അത് ഏറ്റവും എല്ലാവർക്കും ഒരു പ്രശ്നം അത് തന്നെയാണല്ലോ നമ്മുടെ പിഗ്മെൻറ്റേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചിഷ്ട ഓയിൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. മഞ്ചിഷ്ടയുടെ പൊടി ഞാൻ പൊടിച്ചത് ഇതുപോലെ ഒരാളുടെ ഒന്ന് വാങ്ങിയിട്ട് ഒരുപാട് കാലം ഞാൻ പാക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അത്രയ്ക്ക് ഞാൻ മഞ്ചിഷ്ട ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിലും ഒരു മസാജ് കൊടുക്കുകയാണ്, മുഖത്തും ഒരു മസാജ് കൊടുക്കുക. നല്ലൊരു മസാജാണ് കൊടുത്തത്. ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുത്തു. നല്ല എന്താ പറയുക, നമ്മുടെ സ്കിന്ന് നോവാത്ത വിധത്തിൽ നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് തീർച്ചയായും കൊടുക്കണം. നമ്മുടെ മസാജ് കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും നമ്മുടെ സ്കിന്നിന് ആ ഒരു പ്രത്യേക ഒരു റിസൾട്ട് കിട്ടണതും അതിലൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴുത്തിലും കൂടി ചെയ്യുക.
ഇത് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കഴുത്തിൽ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളിത് കഴുത്തിലും മുഖത്തും ഒരുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും കഴുത്തും മുഖത്തും നമ്മൾ ഒരുപോലെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാനിപ്പോൾ കഴുത്തിലും മുഖത്തും കൂടി ഒരു 5 മിനിറ്റിൻ്റെ മസാജ് ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇത് ഒന്നിത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മുഖത്തിട്ട പോലെ തന്നെ കഴുത്തിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മൊത്തത്തിട്ടിട്ട് 20 മിനിറ്റ് ആയിട്ടോ. വിയർത്ത് ഇങ്ങനെ ഒഴുകുകയാണേ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ കഴുത്തും മുഖവും കഴുകിയിട്ട് വന്നു. കഴുത്തിലാണെച്ചാൽ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യണേന്ന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. കഴുത്ത് നല്ല ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ പാക്കുകളൊന്നും കഴുത്തിൽ ഉപയോഗിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം നല്ലപോലെ കഴുത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഡ്രസ്സ് മുഴുവൻ റെഡ് കളറായി. എൻ്റെ മുഖത്ത് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം മാറാൻ മെയിനായിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ തന്നെയാണ് എല്ലാവരും ഇന്ന് അലട്ടുന്ന പ്രശ്നം. അത് നിങ്ങൾക്ക് മാറി കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിഗ്മെൻറ്റേഷൻ കൊണ്ട് മുഖത്ത് പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടണവർക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി അവരുടെ സ്കിന്നിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ, ബൈ.